ഹലോ ഗായ്സ്, ഇന്നത്തെ എൻ്റെ പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്ന് ഓച്ചിറ അമ്പലത്തിൽ 12 വിളക്കിന് പോകാനായിട്ട് ഒരുങ്ങുകയാണ്. അപ്പോൾ പോകുന്നതിന് മുന്നേ ആയിട്ട് ഞങ്ങൾ മാസ്ക് വന്നായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടി ഓർഡർ ചെയ്തതാണ്. അപ്പം അത് വന്നപ്പോൾ ഞാൻ എന്നെങ്കിൽ പിന്നെ ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് സുന്ദരി കുട്ടികളായിട്ട് പോകാമെന്നും പറഞ്ഞിട്ട് പോകും. അപ്പോൾ അനിയത്തിക്കാണെങ്കിൽ ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ. അവൾ സ്കൂളിൽ പോയേക്കുമായിരുന്നു. അപ്പോൾ പോയിട്ട് വന്നപ്പോൾ അവളെയും പിടിച്ചിരുത്തി അവൾക്കും ഇട്ട് കൊടുത്തു കേട്ടോ. ജാനൂട്ടനും ചിന്നുമാമിയും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നതാണ്ട്. അതിനുശേഷം ഞങ്ങൾ വേഗം ഒരുങ്ങിയപ്പോഴത്തേക്കിനും അമ്മച്ചിയും അപ്പുറത്തെ കടയിൽ നിന്നാണ്ട് ബജ്ജിയൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. പിന്നെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ കാർഡൊക്കെ കളിച്ചു. കാരണം സാരഥി എത്തിയിട്ടില്ല കൊണ്ടുപോകാനുള്ളത്. അപ്പം അവൻ വരുന്നതിന് മുന്നേ ആയിട്ട് ഞങ്ങൾ കാർഡൊക്കെ കളിക്കാമെന്ന് പറഞ്ഞു. എന്തായാലും അവൻ വേഗം വന്നു. ഞങ്ങളതാണ്ട് ഓച്ചിറ അമ്പലത്തിൽ എത്തിച്ചു കേട്ടോ. അവിടുന്ന് പിന്നെ അനിയത്തിയും കൂടെ കൂട്ടണമായിരുന്നു. അപ്പോൾ അവരുടെ വീട്ടിൽ ചെന്നിട്ട് അവരെയും കൂടെ വിളിച്ചുകൊണ്ട് പോകാമെന്നും പറഞ്ഞ് ചെല്ലുകയാണ് കേട്ടോ. അപ്പം ചെന്നപ്പോഴത്തേക്കിനും അനിയനാണ് കുളിച്ചിട്ടില്ലായിരുന്നു, ഓഫീസിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ. അങ്ങനെ കുളിയൊക്കെ കഴിയുന്നിടം വരെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു കേട്ടോ. അപ്പം അനിയത്തി വെള്ളമൊക്കെ കൊണ്ട് തന്നു. വെള്ളത്തിൻ്റെ കളർ കണ്ടിട്ടാണോ എന്തോ ചിയേഴ്സൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ കുടിക്കുന്നത്. അവിടുന്ന് പിന്നെ ഞങ്ങൾ ഇറങ്ങി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് വീണ്ടും ഒന്നുകൂടെ സുന്ദരികളാവും കേട്ടോ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ നമ്മൾ റൈഡിൽ കയറണമെന്നുള്ളതൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത് കേട്ടോ. മെയിനായിട്ട് അമ്പലത്തിൽ വരുന്നതിൻ്റെ ഉദ്ദേശം അത് തന്നെയാണ്. അങ്ങനെ എനിക്കിത്തിരി പേടിയുണ്ടായിരുന്നു കേട്ടോ. മുമ്പൊക്കെ കയറിയിട്ടുണ്ടെങ്കിലും നമുക്ക് ഇപ്പോൾ ഇത്തിരി പേടി കൂടുതലാണ്. എന്തായാലും റൈഡിൽ കയറാനുള്ള ടിക്കറ്റൊക്കെ കിട്ടിയോ, എന്താ സന്തോഷം. എനിക്കാണെങ്കിൽ കാല് വിറച്ചിട്ട് മേലായിരുന്നു കേട്ടോ. എന്തായാലും ഒരു വിധത്തിൽ ഞാൻ വള്ളത്തിൽ കയറി. എൻ്റെ കൂകൽ കാരണമാണോ എന്നറിയത്തില്ല, ഓപ്പറേറ്റർ അങ്ങ് സ്പീഡ് കൂട്ടിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം കേട്ടോ ഞാൻ എൻ്റെ അകത്തുനിന്ന് കൂകി വിളിക്കുന്നത്. ആകാശം മുട്ട എത്തിച്ചു. അവിടുന്ന് പിന്നെ എന്തായാലും ഒരു വിധത്തിൽ താഴെ എത്തി കേട്ടോ. കൈയും കാലും വിറയ്ക്കുന്നുണ്ടായിരുന്നേ. അത്രയ്ക്ക് ഞാൻ പേടിച്ചായിരുന്നു കേട്ടോ. പിന്നെ ജാനൂട്ടനെ റൈഡിൽ കയറ്റി കേട്ടോ. ജാനൂട്ടൻ കയറിയപ്പോൾ വലിയൊരു മൂഡിലല്ലായിരുന്നു. എന്തായാലും തിരിച്ചു വന്നപ്പോൾ ആൾ ഹാപ്പി ആയിരുന്നു കേട്ടോ. റൈഡിൽ കയറിയതിൻ്റെ ഒരു സന്തോഷം ആ മുഖത്ത് കാണാനുണ്ടായിരുന്നു. നമ്മുടെ ഓച്ചിറ മെയിനായിട്ടുള്ളൊരു റൈഡാണ് കേട്ടോ ഈ സ്പേസ് ഗണ്ണ്. എനിക്ക് പേടിയാണ് കേട്ടോ. കാരണം വണ്ടർലയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു സേഫ്റ്റി ഉണ്ട്. ഇവിടെ ആണെങ്കിൽ അതില്ല. എന്നാലും ആളുകളെല്ലാം കയറുന്നുണ്ട്, നമ്മളും കയറുന്നുണ്ട് കേട്ടോ. അടുത്ത റൈഡിന് വേണ്ടിയുള്ള ടിക്കറ്റ് എടുത്തുള്ള പോക്കാണ് ഈ കാണുന്നത്. എന്താ സന്തോഷം എല്ലാവരുടെയും മുഖത്ത്. ഞാൻ കയറിയില്ല കേട്ടോ ഇതിൽ. തൊട്ടയാട്ടമാണ് ഇത്. തൊട്ടയാട്ടത്തിൽ ഞാൻ കയറിയില്ല. ഞാൻ ജാനുവിനെ കൊണ്ട് താഴെ നിന്നു. ചവറയിൽ നിന്ന് ഞങ്ങൾ അതിരാവിലെ പോയായിരുന്നു കേട്ടോ ഓച്ചിറയ്ക്ക്. അപ്പോൾ പിന്നെ ഉറക്കം ഇച്ചിരി പോയായിരുന്നു. അത് കാരണമാണോ എന്തോ ജാനുട്ടൻ എൻ്റെ തോളെ കിടന്നങ്ങ് ഉറങ്ങി കേട്ടോ. പിന്നെ അവരിറങ്ങി വന്നപ്പോഴത്തേക്കിനും ജാനുട്ടൻ എണീറ്റ് വന്നു കേട്ടോ. എണീറ്റ് വന്നില്ല, എണീപ്പിക്കുക, അതാണ് ഞങ്ങളുടെ ഒരു പരിപാടി. പിന്നെ അതാണ് നൈസാണെന്നൊക്കെ പറഞ്ഞ് വരുവാണേ എന്നെ വിഷമിപ്പിക്കാനായിട്ട്. അല്ല, ഞാൻ താഴെ നിൽക്കുമായിരുന്നല്ലോ. പിന്നെ അവിടെ നിന്ന് നടന്ന് ഞങ്ങൾ ഈ ഒരു മസാല വാങ്ങിക്കാനായിട്ട് പോയിട്ട് ഏത് ഉത്സവപ്പറമ്പിൽ പോയാലും ഞാനിത് വാങ്ങിച്ചിരിക്കും കേട്ടോ. എനിക്കിഷ്ടമുള്ളൊരു ഐറ്റമാണ്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിച്ച് ഞങ്ങളെല്ലാവരും ഓരോ പ്ലേറ്റ് വാങ്ങിച്ച് ഷെയർ ചെയ്ത് കഴിച്ചു കേട്ടോ. ഷെയർ ചെയ്ത് എന്ന് വെച്ചാൽ ഇനിയും അവിടെ കറങ്ങി തിരിഞ്ഞ് നടക്കണ്ടല്ലോ. അപ്പോൾ കാണുന്ന ഫുഡെല്ലാം വാങ്ങിച്ച് കഴിക്കുവേ. അപ്പോൾ കഴിക്കുന്ന കൂട്ടത്തിൽ വയറ്റിൽ സ്ഥലം വേണ്ടേ. അപ്പോൾ ഞങ്ങൾ കഴിക്കുന്ന സമയം കൊണ്ട് ജാനൂട്ടനെ ഒരു റൈഡിൽ കയറ്റി കേട്ടോ. ജാനൂട്ടനാണെങ്കിൽ കയറാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ പേടിയാണ് ആളിന് കേട്ടോ. അപ്പം ഞങ്ങൾ പിന്നെ ഫോഴ്സ് ചെയ്ത് കയറുക എന്നൊക്കെ വാമപ്പൊക്കെ ചെയ്ത് വിട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തന്നെ പിന്നീട് ആൾ ഓക്കെ ആയി കേട്ടോ. പിന്നീട് വരുന്ന വിലക്കുമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ജാനൂട്ടൻ്റെ റൈഡിലൊക്കെ കയറ്റി കഴിഞ്ഞ് ഞങ്ങൾ ഈ ഒരു കടയിൽ കയറി കേട്ടോ. ഡ്രസ്സൊക്കെ ഞാൻ പറഞ്ഞില്ലേ, പടനിലത്തുള്ള എല്ലാ കടകളിലും കയറി ഇറങ്ങും. അതാണ് ഞങ്ങളുടെ പണ്ട് തൊട്ടേ ഉള്ളൊരു ആചാരം അത്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ മനസ്സിനൊരു സമാധാനം കിട്ടത്തില്ലെന്നേ. അങ്ങനെ മിച്ചുവിനൊരു ഡ്രസ്സൊക്കെ നോക്കി അവിടെ നിന്ന് പിന്നെ ഞങ്ങളങ്ങ് ഇറങ്ങി കേട്ടോ. പിന്നെ ജാനൂട്ടന് കയ്യിൽ മൈലാഞ്ചിയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. ബട്ടർഫ്ലൈയുടെ ഒരു മൈലാഞ്ചി, ഒരു ടാറ്റു പോലെയൊക്കെ അടിച്ചു. അതിനുശേഷം ഞങ്ങളിത് ഈ ചോളം കഴിച്ചു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം ചോളം. ജാനുവിനും ചോളം ഭയങ്കര ഇഷ്ടം. അങ്ങനെ ജാനൂട്ടന് ചോളം വാങ്ങിച്ചു. ജാനൂട്ടന് എരിവ് കഴിക്കാത്തതുകൊണ്ട് എരിവിടാതെയാണ് കേട്ടോ. ഞങ്ങൾക്ക് എരിവൊക്കെ ഇട്ട് നല്ല സൂപ്പറായിട്ട് ആ ചേട്ടൻ ഉണ്ടാക്കി തന്നായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ കറങ്ങി അങ്ങനെ വന്നപ്പോൾ നമ്മൾ നമ്മുടെ ഭഗവാന്റെ മുന്നിലെത്തി കേട്ടോ. അങ്ങനെ ഭഗവാനെയൊക്കെ വണങ്ങി തിരിച്ചു പോകുന്നു. കാരണം നമ്മൾ വൃശ്ചികത്തിന് 28 അമ്പലത്തിൽ പോയാൽ തിരക്ക് കാരണം നമ്മൾ അമ്പലത്തിൽ കയറി തൊഴാറില്ല. അതിന് മുന്നിലത്തെ ദിവസമൊക്കെ പോയി തൊഴുതിട്ട് വരാറാണ് പതിവ് കേട്ടോ. അപ്പോൾ കടകളെല്ലാം ഇങ്ങനെ കയറി ഇറങ്ങും. അതാണ് നമ്മുടെ മെയിൻ ഹോബി ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ. അങ്ങനെ നമ്മളിങ്ങനെ ഭരണിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേ ഈ സുന്ദരിമണികൾ പോയത് കേട്ടോ. അങ്ങനെ ഞാൻ അവരുടെ വീഡിയോയും എടുത്തേ. അപ്പോൾ എനിക്ക് യോയോ ഒക്കെ തന്നിട്ടാണ് കേട്ടോ പോകുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നടന്നിങ്ങനെ മുന്നോട്ട് വന്നുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ ഡ്രീം കേക്ക് കണ്ടു കേട്ടോ.
ഡ്രീം കേക്ക് വലിയ ഇഷ്ടമുള്ള കൂട്ടത്തിലൊന്നും അല്ല, എന്നാലും കണ്ടപ്പോൾ ഒരു കൊതി. ഒരു പാക്കറ്റിന് ഒരു ബോക്സിന് 50 രൂപയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അതൊരെണ്ണം വാങ്ങിച്ച് ഞങ്ങളെല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിച്ചു കേട്ടോ. ഈ അടിയിട്ട് കഴിക്കുക എന്ന് പറയുന്ന ഒരു പ്രത്യേക സുഖമല്ലേ. അപ്പം ഞങ്ങളിങ്ങനെ എവിടെ പോയാലും എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ഒപ്പിക്കാറുള്ള കൂട്ടത്തിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിക്കുമ്പം ഇങ്ങനെ ഒരു സ്പൂണോ തിരഞ്ഞെടുത്ത് ഞങ്ങളൊരു 4-5 സ്പൂൺ വാങ്ങിച്ച് അടിയിട്ടാണ് കേട്ടോ കഴിക്കാറുള്ളത്. വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ ഡ്രീം കേക്ക്. പിന്നെ അവിടെ നിന്ന് നടന്നിങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ദാണ്ട് ഈ ഒരു ആൻറ്റിയൊക്കെ ഉണ്ട് കേട്ടോ. ഈ ആൻറ്റി കൈനോട്ടമാണ്, കൈ നോക്കുന്ന ആൻറ്റിയാണ് കേട്ടോ. അപ്പം എനിക്കിതിലൊന്നും വലിയ വിശ്വാസമുള്ളതല്ല കേട്ടോ. പക്ഷേ ഈ ആൻറ്റി പറഞ്ഞുണ്ടല്ലോ, കറക്റ്റായിരുന്നു കേട്ടോ. അണ്ണ് വിട തെറ്റാതെ എല്ലാം കൃത്യമായിരുന്നു കേട്ടോ മാളുവിൻ്റെ കാര്യം പറഞ്ഞത്. അങ്ങനെ പിന്നെ അവിടെ നിന്ന് കൈ നോട്ടമൊക്കെ കണ്ട് അത് ആ ആൻറ്റി പറയുന്ന കേട്ടപ്പോൾ മാളു ഹാപ്പി ആട്ടോ. കാരണം ജീവിതത്തിൽ നടക്കുന്ന എല്ലാ സത്യം ആൻറ്റി വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് താണ്ട് ഈ പൂവൊക്കെ എനിക്ക് വാങ്ങണമെന്നുണ്ടായിരുന്നു. ഞാൻ പോയി നോക്കിയായിരുന്നു കേട്ടോ, പക്ഷെ വാങ്ങിയില്ല. പിന്നെ ഞങ്ങളത് വാങ്ങാതങ്ങ് മുന്നോട്ട് നടന്നു പോയി. ഒരു ഓളവും ഇപ്പോഴത്തെ വൃശ്ചികത്തിനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നടക്കുമ്പോൾ നമ്മളിങ്ങനെ തെള്ളി അങ്ങ് കൊണ്ടുപോയിക്കൊള്ളുമായിരുന്നു ആളുകൾ. കാരണം നമ്മൾ നടന്നു പോകേണ്ട ആവശ്യമില്ലായിരുന്നു. അതിനുശേഷം ഞങ്ങൾ താണ്ടി ഈ ഒരു മോതിരം നോക്കാൻ കയറി കേട്ടോ. പണ്ടായിരുന്നെങ്കിൽ നമുക്കിങ്ങനെ പേരെഴുതി കിട്ടുമായിരുന്നു മോതിരം. പക്ഷേ ഇപ്രാവശ്യം അവിടെ ചെന്നപ്പോൾ അതൊന്നും കാണാനുണ്ടായിരുന്നില്ല കേട്ടോ. അതൊക്കെ പോയി. പണ്ട് ആ പേരെഴുതിയ മോതിരം വാങ്ങിക്കാൻ വേണ്ടി മാത്രം ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു കേട്ടോ. എന്തെല്ലാം ഓർമ്മകളുണ്ടെന്നറിയാം വൃശ്ചികത്തിനും. കുറേ അധികം ഓർമ്മകൾ ഈ വൃശ്ചികം പോലുള്ള ഉത്സവങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ജാനൂട്ടൻ്റെ മാമിയും ഓരോ മോതിരമൊക്കെ വാങ്ങി കേട്ടോ. ജാനൂട്ടൻ എന്താണ്ട് ഈ ബോംബെ പൂട വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുക. ഇഷ്ടമാണ്, അങ്ങനെ വാങ്ങിച്ച് കൊടുക്കാറുള്ളതല്ല. പിന്നെ ഒത്തിരി അങ്ങനെ കരഞ്ഞപ്പോൾ ഞാൻ ഒരെണ്ണം വാങ്ങിച്ചു കൊടുക്കും. പിന്നെ ബജ്ജിയൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് പോകാം എന്നുള്ള ഒരു ഡിസിഷനായി കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണേ. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.